cabin crew interview process. Qatar Airways cabin crew interview process. ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ കുറച്ച് ഗ്യാപ്പായി. വേറൊന്നുമല്ല, ഞാൻ ലീവ് പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇട്ട് ഒരു ഗ്യാപ്പ് വന്നതാണ്. പക്ഷെ ഇപ്പോൾ ഐ എം ബാക്ക്. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് കാരണം മീൻസ് വീഡിയോ ഒന്നും ഇടാനൊക്കെ കുറച്ച് ലാഗൊക്കെ വന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നത്തെ വീഡിയോയിൽ എന്താ പറയുക, ഖത്തർ എയർവേസ് ക്യാബിൻ ക്രൂ ഇൻ്റർവ്യൂ പ്രോസസ്സ്, അതായത് എൻ്റെ എക്സ്പീരിയൻസിൽ ഉണ്ടായിരുന്ന ഖത്തർ എയർവേസ് ക്യാബിൻ ക്രൂ ഇൻ്റർവ്യൂവിൽ എന്തൊക്കെയാണ് നടന്നത്, അല്ലെങ്കിൽ ഖത്തർ എയർവേസ് ക്യാബിൻ ക്രൂ ഇൻ്റർവ്യൂവിലെ പ്രോസസ്സ് എങ്ങനെയായിരുന്നു, ഞാൻ വിചാരിച്ചു അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാമെന്ന്. ഞാൻ മുടി ഇപ്പോൾ ബ്ലോഡറാക്കി ചെയ്ത് വന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ ഇടക്കിടക്ക് എൻ്റെ മുടി ഇത്ര നോക്കിക്കൊണ്ടിരിക്കണത്, അത് മൈൻഡാക്കണ്ട. അപ്പോൾ ഓക്കെ, ക്യാബിൻ ക്രൂ ഇൻ്റർവ്യൂ പ്രോസസ്സ്. അപ്പോൾ എൻ്റെ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഗ്രീറ്റ് ആൻഡ് മീറ്റ് ഇൻവിറ്റേഷൻ എന്ന് പറഞ്ഞ ഒരു റൗണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ നമുക്ക് എൻ്റെ അറിവിൽ 2 തരം ഇൻ്റർവ്യൂ പ്രോസസ്സാണുള്ളത്. ഒന്നെന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ വാക്കിൻ ഇൻ്റർവ്യൂ ഉണ്ടാവും, അതായത് CV ആയിട്ട് പോവുക, നോർമൽ അങ്ങനെ പ്രത്യേകിച്ച് ഇൻവിറ്റേഷൻ്റെ ഇതൊന്നും ഉണ്ടാവില്ല. നമുക്ക് ഒരു സ്ഥലത്ത് നടക്കണവരെ പറയാം, നമ്മൾ CV ആയിട്ട് പോവാം. രണ്ടാമത്തതാണ് ഗ്രീറ്റ് ആൻഡ് മീറ്റ് എന്ന് പറഞ്ഞ ഇവൻറ്റ്. ഇതിലെന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഇവൻറ്റ് കാണും, നമ്മൾ അപ്ലൈ ആക്കും, എന്നിട്ട് അവരതിൽ നിന്ന് കുറച്ചേരം സെലക്ട് ചെയ്യും. കുറച്ചധികം പേരുണ്ടാവും. ആ പേര് പറയണ പോലെ ഒരു ഇൻവിറ്റേഷൻ നമുക്ക് കിട്ടും. ഇന്ന സ്ഥലത്ത് ഒരു ഇവൻറ്റ് നടക്കുന്നതിൽ നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടായിരിക്കും നമുക്കൊരു മെയിൽ വരും. അതിൽ പറഞ്ഞ ഒരു 3 ദിവസത്തെ പരിപാടിക്ക് വേണ്ടി പ്രിപ്പയർ ആയിട്ട് വേണം നിങ്ങൾ വരാൻ എന്നൊക്കെ പറഞ്ഞാൽ അതിൽ ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ടാവും. പിന്നെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ കൊണ്ടുവരണം, CV കൊണ്ടുവരണം, പിന്നെ ഒരു സേഫർ സൈഡിന് വേണ്ടിയിട്ട് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഡോക്യുമെന്റ്സിൻ്റെ അറ്റ്ലീസ്റ്റ് സോഫ്റ്റ് കോപ്പി എന്തെങ്കിലുമൊക്കെ കയ്യിൽ കരുതി വെക്കാം. അപ്പോൾ ഒരു 3 ദിവസത്തെ ഇവന്റിന് വേണ്ടി പ്രിപ്പയർ ആയിട്ട് വന്നായിരുന്നു മീറ്റ് ആൻഡ് ഗ്രീറ്റ് ഇൻവൈറ്റിൽ നമുക്ക് പറഞ്ഞിട്ടിരുന്നത് വെച്ചാൽ. അപ്പോൾ അതനുസരിച്ചാണ് ഞാൻ ചെല്ലണത്. എൻ്റെ ഇവന്റ് നടക്കുന്നത് ചെന്നൈയിലായിരുന്നു. ട്രിഡൻറ്റ് എന്ന് പറഞ്ഞൊരു ഹോട്ടലിൽ വെച്ചായിരുന്നു പരിപാടി. അപ്പോൾ ചെന്നപാടെ കുറേ പേരുണ്ടായിരുന്നു. ഇത് ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് പറയണ പോലെയും ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യണത് മറ്റേ ക്യാബിൻ ക്രൂ ഇൻ്റർവ്യൂ പ്രോസസ്സിലോട്ട് ആക്കണേണ്. അപ്പോൾ ഇവൻറ്റ് നമ്മൾ 3 ദിവസത്തെ പരിപാടിയായിരുന്നു. ആദ്യത്തെ ദിവസം എന്താ നടക്കണമെന്ന് വെച്ചാൽ CV ഡ്രോപ്പ്, പിന്നെ ഹൈറ്റ് ചെക്ക്. ഈ സംഭവമാണ് ആദ്യത്തെ ദിവസം നടക്കുക. എൻ്റെ ഒരു അറിവ് ശരിയാണെങ്കിൽ, അല്ലെങ്കിൽ ആരും അവിടെ പറഞ്ഞൊരു ഇതിലാണെങ്കിലും 3000+ ആപ്ലിക്കൻസ് ഉണ്ടായിരുന്നതാണ്, അതായത് രാവിലത്തെ ഇവൻറ്റിൽ മാത്രം. അതുപോലെ തന്നെ സെയിം ഒരു ഈവനിങ് റൗണ്ടും ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലത്തെ റൗണ്ടിൽ മാത്രം 3000+ ആപ്ലിക്കൻസ് ഉണ്ടായിരുന്നതാണ് ഞാൻ കേട്ടത്. അപ്പോൾ ആദ്യത്തെ റൗണ്ടിൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് ക്യൂ പോലെ നിൽക്കുക, ചെല്ലുക, നമ്മുടെ CV കോപ്പി കൊടുക്കും. അപ്പോൾ റാൻഡംലി അവരെന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, ലൈക്ക് വൈ ഡു യു വാണ്ട് ബിക്കം എ ക്യാബിൻ ക്രൂ, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഒരു ക്യാബിൻ ക്രൂ, അങ്ങനെ എന്തെങ്കിലും ഒരു റാൻഡം ഒരു ചോദ്യം ചോദിക്കും. എന്നോട് ചോദിച്ചത് അതാണെന്ന് തോന്നുന്നു, വൈ യു വാണ്ട് ടു ബിക്കം എ ക്യാബിൻ ക്രൂ എന്നാണ്. ഞാൻ പറഞ്ഞു. അതിനുശേഷം ഹൈറ്റ് ചെക്ക് ചെയ്യും, അതായത് 212 സെൻറ്റിമീറ്ററിൽ നമ്മുടെ കൈ എത്തുന്നുണ്ടാണ്. അപ്പോൾ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കാല് പൊന്തിച്ച് എത്തണോ അല്ലെങ്കിൽ കൈ ഫുള്ള് എത്തണോന്ന്. ഞാൻ ഓൾറെഡി ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ സംഭവം എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, ജസ്റ്റ് നമുക്ക് നമ്മുടെ കൈ ഇപ്പോൾ നമ്മൾ നിന്നിട്ട് എത്തേണ്ടതാണെങ്കിൽ നമുക്ക് കാലിങ്ങനെ പൊന്തിച്ചിട്ടാണെങ്കിലും ഉണ്ട് ഇവിടെ എത്തിയാൽ കൈ ഫുള്ള് എത്തണമെന്നില്ല, ഇവിടെ ആയാലും എത്തിയാൽ മതി. അപ്പോൾ അവരൊരു മാർക്ക് ഇട്ടുണ്ടാവും, അതിൽ നമ്മൾ എത്ര ഉണ്ടാകുന്ന അവർ നോക്കും. അതിനുശേഷം അതിൽ നിന്ന് അവരൊരു ടോക്കൺ നമ്പർ തരും. ഒരു നമ്പർ 11, 12, 30, 40, 51 അങ്ങനെ എന്തെങ്കിലും ഒരു റാൻഡം അല്ല, ഒരു ടോക്കൺ നമ്പർ തരും. എന്നിട്ട് പറയും നാളത്തെ ഇവൻറ്റ് നിങ്ങൾ സെലക്ട് ആയിട്ടുണ്ട്, ഈ സമയത്ത് വരണം എന്ന് പറഞ്ഞാൽ അവർ നമുക്ക് ടോക്കൺ തരും. അങ്ങനെ ഒരു ടോക്കൺ കിട്ടും. അതിനുശേഷം അടുത്ത ദിവസം എന്താ നടക്കണമെന്ന് വെച്ചാൽ ഫസ്റ്റ് രാവിലെ തന്നെ വരുമ്പോൾ ഒരു സെമിനാർ ആയിരിക്കും. സെമിനാർ എന്ന് വെച്ചാൽ ഒരു പ്രസൻറ്റേഷൻ, അതായത് ഖത്തർ എയർവേസ് അവരുടെ കമ്പനിയുടെ ഇത്, അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റീവൊക്കെ പോലെ ക്യാബിൻ ക്രൂ റോള്, അല്ലെങ്കിൽ നമ്മളെങ്ങനെയാണ് ഒരു ബ്രാൻഡ് അംബാസിഡർ എന്ന നിലയിൽ മീൻസ് മൊത്തത്തിലൊരു പ്രസൻറ്റേഷൻ അവർ പറയും. നമ്മുടെ ക്യാബിൻ ക്രൂ ആയാലുള്ള ബെനിഫിറ്റ്സ്, നമുക്ക് വേറെ എന്തൊക്കെ സംഭവങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞ് മൊത്തത്തിലൊരു ഔട്ട്ലൈൻ അവർ ആ പ്രസൻറ്റേഷനിലൂടെ തരും. പിന്നെ അതിനുശേഷം ഒരു ഡിസ്കഷൻ പോലെ ഉണ്ടാവും. ഡിസ്കഷൻ എന്ന് വെച്ചാൽ ജസ്റ്റ് ആ പ്രസൻറ്റേഷൻ കണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം,
ജസ്റ്റ് ഒരു ഇൻട്രാക്ഷൻ, എന്തെങ്കിലുമൊക്കെ ഡൗട്ടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാനുള്ള സംഭവമാണ്. കുറേ പേർ എന്തൊക്കെയൊക്കെ ചോദിക്കാനുണ്ടായിരുന്നു, നമുക്ക് ചോദിക്കാം. മെയിൻലി അവർ നോക്കണം എന്താണെന്ന് വെച്ചാൽ പാർട്ടിസിപ്പേഷൻ സംഭവങ്ങളൊക്കെ നോക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരുടെയും സംശയങ്ങൾ ആർക്കൊന്നും ചോദിക്കാനില്ല എന്നുള്ളൊരു സംഭവം ആകുമ്പോഴേക്കും, അല്ലെങ്കിൽ പർട്ടിക്കുലർ ടൈം ആകുമ്പോഴേക്കും അവരത് നിർത്തിയിട്ട് പിന്നെ ഉള്ളത് ഇംഗ്ലീഷ് ടെസ്റ്റാണ്. ഭയങ്കര ബേസിക് സംഭവങ്ങൾ, ഗ്രാമർ അങ്ങനത്തെയാണ്, 2 പേജോളം 2-3 പേജോളം. അതിനുശേഷം പിന്നെ ഒരു കോൺവെർസേഷൻ ടൈപ്പ് ഉണ്ട്, മോസ്റ്റ്ലി റിലേറ്റഡ് ടു ക്യാബിൻ ക്രൂ സംഭവമാണ്. അതായത് ഫ്ലൈറ്റിൽ വന്ന ഇൻസിഡൻ്റ് ആയിരിക്കാം, ജസ്റ്റ് റാൻഡം വരുമ്പോൾ മെയിനായിട്ട് നമ്മൾ പാസഞ്ചേഴ്സായിട്ട് കോൺവെർസേഷൻ ഒക്കെ ഉണ്ടാകുമ്പോൾ ഉപയോഗിക്കുന്ന ടേംസ് അതിലൊക്കെ ആയിരിക്കും മെയിനായിട്ട് വരുന്നത്. നമ്മൾ നോർമലി ഇംഗ്ലീഷ് ടെസ്റ്റ് ഒക്കെ ഉള്ള സംഭവങ്ങളാണ് അതിലുള്ളത്. ബട്ട് എന്താ സംഭവിച്ചാൽ ടൈം ലിമിറ്റഡ് ആയിരിക്കും. ആ സംഭവം എളുപ്പമാണ്, പക്ഷേ ബേസിക് ആയിട്ടുള്ള സംഭവങ്ങളാണ് എല്ലാം കോൺവെർസേഷനിൽ. പക്ഷെ എന്താ വെച്ചാൽ ടൈം ഭയങ്കര ഒരു ലിമിറ്റഡ് ആയിരിക്കും. അപ്പം അതിൻ്റെ ഒരു ചെറിയൊരു സ്ട്രെസ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ടൈം ഇത്ര ഉള്ളതെന്ന് വെച്ചാൽ നമ്മൾ പെട്ടെന്നോട്ടൊന്നും ഓടില്ല. അപ്പം അതിൻ്റെ ഒരു ചെറിയ ഇത് വരാനേ ചാൻസ് ഉള്ളത്. അപ്പോൾ അതിൽ കുറച്ച് പേർക്കൊരു ഇതുണ്ടായിരുന്നു. അങ്ങനെ അതൊരു 2ാമത്തെ റൗണ്ട്. അതിനുശേഷം ഈ ടെസ്റ്റ് കഴിയുമ്പോൾ അതിൽ നിന്ന് കുറച്ച് പേരെ അവർ സെലക്ട് ആക്കും, കുറച്ച് പേരെ കളയും. അത് കഴിഞ്ഞിട്ട് ഉച്ചയൊക്കെ ആകുമ്പോൾ നമുക്ക് സ്കാർ ടെസ്റ്റ് എന്ന് പറഞ്ഞ ടെസ്റ്റ് ഉണ്ടാവും. അതെന്താണെന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ 2 ഇൻ്റർവ്യൂവർ ഉണ്ടായിരുന്നു. അവർ ഓൾറെഡി നമ്മളോട് പറയും ഇതാണ് റൗണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും സ്കാർ വിസിബിൾ ഏരിയാസിൽ സ്കാറോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നാണെങ്കിൽ നിങ്ങൾ ഡിക്ലെയർ ചെയ്യണം, ആരും മറച്ചൊന്നും പിടിക്കരുത് എന്നൊക്കെ പറയും. അപ്പോൾ ബേസിക്കലി അപ്പോൾ എല്ലാവരും നമുക്ക് ചിലപ്പോൾ നമ്മൾ ഇത്രയും നാളും കാണാത്ത സാധനങ്ങളൊക്കെ തന്നെ നമ്മൾ അപ്പോഴേക്ക് ശ്രദ്ധിക്കണത്. ചെറിയ ചെറിയ മൈന്യൂട്ട് ചില കാര്യങ്ങൾ പോലും ചിലപ്പോൾ അവർ നമ്മളോട് ചോദിക്കും. നമുക്ക് ബേസിക്കലി ഉള്ളതൊക്കെ നമുക്കും പറയാം. അപ്പോൾ എൻ്റെ കയ്യിൽ എന്തോരാളെ ഞാൻ പറഞ്ഞു, അവർ കുറച്ച് എൻ്റെ പോയിന്റ് ഇത് എവിടെയോ ഒരുപാടെന്തോ ചോദിച്ചായിരുന്നു, ഇതാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇതെങ്ങനെയാണ് വന്നതെന്നോ. അപ്പോൾ ഞാൻ പോലും അത്ര കാര്യമായിട്ടത് അതിനെ ശ്രദ്ധിച്ചിട്ടുണ്ടായില്ല. അവർ ചോദിച്ചപ്പോഴാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു പണ്ട് എപ്പോഴും ബർത്ത് ടൈമിൽ തൊട്ടുള്ളത് എന്താണെന്ന് പറഞ്ഞു. പിന്നെ ഞാനും കുറച്ച് ഡിക്ലെയർ ചെയ്തു. അവർ വേറെ എന്തെങ്കിലും ഉണ്ടോ. ആ സമയത്ത് ടാറ്റു ഒന്നും അലൗഡ് ആയിരുന്നില്ല. അപ്പോൾ സ്ട്രിക്ട്ലി അത് ആ ടൈമിൽ നോ ടാറ്റു എന്നുള്ള സംഭവമായിരുന്നു. പിന്നെന്താ അങ്ങനത്തെ ആ ഒരു റൗണ്ടൊക്കെ കഴിയുമ്പോഴേക്കും അതിൽ നിന്നും അവർ കുറച്ച് പേരെ സെലക്ട് ആക്കി. ആ ടൈമിൽ 2ാമത്തെ ദിവസം ആകുമ്പോഴാണ് മാക്സിമം കുറേ പേരെ അവർ കളഞ്ഞിട്ട് വളരെ അതാണ്. ഇപ്പോൾ ഒരു എന്താ പറയുക 500 പേരുണ്ടെങ്കിൽ അതിൽ ആ ഒരു 2ാമത്തെ ദിവസം കഴിയുന്ന ടൈം ആകുമ്പോഴേക്കും കുറേ പേരെ കളയും. എന്നിട്ട് കുറച്ച് പേരെ മാത്രം. ഇപ്പം എൻ്റെ ആ ടൈമൊക്കെ എപ്പോഴേക്കും ആ ഒരു സെക്കൻഡ് ഡേ കഴിഞ്ഞപ്പോഴേക്കും ഐ തിങ്ക് ഒരു 50 പേരാണോ എന്തായാലും ഒരു 100-ൽ താഴെ ആയി അപ്പോഴേക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ 3rd ഡേ എന്ന് സോറി ഗൈസ്, സ്റ്റോറേജ് സ്പേസ് റണ്ണിങ് ഔട്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ വീഡിയോ അടക്കൊച്ച് കട്ടായി പോയി. അപ്പോൾ നമ്മളെവിടെ പറഞ്ഞു നിർത്തിയെന്ന് വെച്ചാൽ 3rd ഡേ, അതായത് ഫൈനൽ റൗണ്ട്. ഇപ്പോൾ ഫൈനൽ റൗണ്ട് എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ 3 ദിവസം നടക്കുന്നത് പേഴ്സണൽ ഇൻ്റർവ്യൂ ആണ്. അത്രയും നേരം സ്കാർ ടെസ്റ്റിലും നമ്മളെ ഒറ്റക്കാണ് വിളിക്കണം. പക്ഷേ ഇതെന്ന് വെച്ചാൽ ഒരു പ്രോപ്പർ പേഴ്സണൽ ഇൻ്റർവ്യൂ മോഡാണ്. അപ്പോൾ നമുക്ക് തലേ ദിവസമേ ലാസ്റ്റ് ആകുമ്പോൾ സെലക്റ്റഡ് ഉള്ള ആൾക്കാരെ അവർ വിളിച്ചിങ്ങനെ പറയും നാളത്തെ റൗണ്ട് എന്ന് വെച്ചാൽ പേഴ്സണൽ ഇൻ്റർവ്യൂ ആണ്. നിങ്ങൾ പ്രോപ്പർ മേ ബി അത്രയും ദിവസം 2 ദിവസം നമുക്ക് ഏതെങ്കിലും ഒരു ഇഷ്ടമുള്ള ബിസിനസ് അറ്റയർ ഒക്കെ ആയിരിക്കും ഇടണമെങ്കിൽ 3 ദിവസം നമ്മളോട് അവർ പറഞ്ഞു ഒരു ക്യാബിൻ ക്രൂ ഒരു മോഡൽ വരാൻ നോക്കുക. അതായത് ഒരു ഷർട്ട് ഞാൻ ഓൾറെഡി അതാണ് ഇട്ടേച്ചത്. പക്ഷെ എന്നാലും അവർ പറഞ്ഞു ഒരാൾക്ക് എങ്ങനെയാണ് നമ്മൾ ആ ലുക്കിൽ ഫിറ്റ് ആവണമെന്നൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണെന്നുള്ള മട്ടിലാണ് അവർ പറഞ്ഞത്. സ്കേർട്ട്, ഷർട്ട്, സ്റ്റോക്കിങ്സ് എല്ലാം ഇട്ടിട്ട് പ്രോപ്പർ ആ ഒരു മോഡൽ അവർ കാണിച്ചത്. അപ്പോൾ അതേപോലെ കഴിവതും ഒരുങ്ങാൻ നോക്കാമെന്ന് അവർ പറഞ്ഞു. അപ്പോൾ 3rd ഡേ പേഴ്സണൽ ഇൻ്റർവ്യൂ റൗണ്ടായിരുന്നു. നമ്മൾ നോർമലി ഇതിൽ കാണുന്ന പോലെ സെൽഫ് ഇൻട്രോ പറ അങ്ങനത്തെ സംഭവം ഒന്നും ഉണ്ടായിരുന്നില്ല. അതൊക്കെ സെറ്റാക്കിയിട്ടാണ് പോയത്. പക്ഷേ എന്ന് വെച്ചാൽ അതൊന്നും ഉണ്ടായിരുന്നില്ല. അവർ ഒക്കെ എന്തുണ്ട് ആദ്യം ഭയങ്കര കൂൾ ഒരു സംഭവം പോലെയായിരുന്നു. ഇങ്ങനെ എന്തൊക്കെയുണ്ട് വിശേഷം, സുഖമല്ലേ എന്നുള്ള മട്ടിലൊക്കെ കുറച്ച് ചോദിച്ച് അതിനുശേഷം അവരൊരു സെറ്റ് ഓഫ് 10 ക്വസ്റ്റ്യൻസ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് അവർ മോസ്റ്റ്ലി എല്ലാവരോടും ചോദിച്ചിട്ടുണ്ടെന്ന്. ചിലവരോട് അവർ മേ ബി എല്ലാം ചോദിക്കുന്നുണ്ടാവും, ചിലവരോട് അവർ കുറച്ച് ചോദിക്കുന്നുണ്ടാവുള്ളായിരിക്കും. എന്തൊക്കെയാണെന്ന് വെച്ചാൽ 2-3 സിനാരിയോ സംഭവങ്ങളായിരുന്നു. ഇങ്ങനൊരു സംഭവം നിങ്ങൾ കണ്ടു, അപ്പോൾ എന്തായിരിക്കും നിങ്ങളുടെ റിയാക്ഷൻ? ഇങ്ങനൊരു സംഭവം നിങ്ങൾ കാണുകയാണ്, നിങ്ങളുടെ ഒരു ഫെല്ലോ ക്രൂ മെമ്പർ ഇങ്ങനെ ചെയ്ത് കണ്ടു, അപ്പോൾ നിങ്ങൾ എന്തായിരിക്കും നിങ്ങൾ ചെയ്യണത്? ലോയാലിറ്റി നിങ്ങൾ എങ്ങനെ റേറ്റ് ചെയ്യുന്നു? ഇപ്പോൾ ഒരു സ്കെയിലിൽ 1 to 10 നിങ്ങളെ തന്നെ അതിലെങ്ങനെയാണ് റേറ്റ് ചെയ്യുന്നത്? അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. പിന്നെ നിങ്ങൾ ഗ്രൂമിങ്
നിങ്ങൾ ഗ്രൂമിങ്ങിൽ എത്രത്തോളം എന്താണ് അവെയറാണ്, അല്ലെങ്കിൽ നിങ്ങളെ തന്നെ എങ്ങനെയാണ് എന്താണ് ഗ്രൂമിങ് ഒക്കെ ആയിട്ട് കൊണ്ട് നടക്കേണ്ടത്, അങ്ങനത്തെ കുറേ ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മളെങ്ങനെയാണ് ഉത്തരം പറയുന്നത് ഒക്കെ ഇതായിട്ട് നിൽക്കും. എന്നിട്ട് ചോദിക്കും, ഇപ്പോൾ സപ്പോസ് നിങ്ങൾക്കൊരു ഇത് കിട്ടി നിങ്ങൾ പോവുകയാണെങ്കിൽ എത്രത്തോളം നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആണ് ചെയ്യണേൽ, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കണമെന്ന് വെച്ചാൽ ഫൈനൽ റൗണ്ടിൽ ഓക്കെ അവരൊരു ഇത് പറഞ്ഞാൽ നമ്മൾ സെലക്ട് ആയെന്ന് വിചാരിക്കും. ബട്ട് സംഭവം എന്ന് വെച്ചാൽ അതുമല്ല, നേരിട്ടുള്ള സംഭവം മേ ബി ചെന്നൈയിൽ അല്ലെങ്കിൽ 3rd ഡേയുടെ കൂടെ കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് മെയിൽ വഴി സംഭവങ്ങളുണ്ട്. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ 3rd ഡേ മിക്കവരും വിചാരിച്ചെന്ന് വെച്ചാൽ 3rd ഡേയിൽ കിട്ടിയ എല്ലാവർക്കും കിട്ടിയെന്നാണ്. പക്ഷെ അങ്ങനെയല്ല. അത് കഴിഞ്ഞിട്ട് അവർ കുറച്ച് പേരോടാണ് സർട്ടിഫിക്കറ്റ്സ് അയക്കാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. സർട്ടിഫിക്കറ്റ് അയക്കാൻ പറഞ്ഞു. ചിലവരോട് ഈ സ്കാർ ടെസ്റ്റിൽ ചിലവർ ഈ സ്കാർ മാർക്സ് ഡിക്ലെയർ ചെയ്തവരുണ്ടാവും, അല്ലെങ്കിൽ അവർ നോട്ട് ചെയ്തവരുണ്ടാവും. അപ്പോൾ ചിലവരോട് ആ സ്കാർ മാർക്ക് മാത്രം ഫോട്ടോ എടുത്ത് അയക്കാൻ പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ ചിലവർക്ക് ഒന്നുമേ വന്നില്ല. മേ ബി റിഗ്രറ്റ് ടു ഇൻഫോം യു. അവർ പ്രത്യേകിച്ച് കാരണമൊന്നും പറയൂല എന്തുകൊണ്ടാണ് ഇങ്ങനെ റിജക്ഷൻ വന്നതെന്നൊന്നും പറഞ്ഞില്ല. ജസ്റ്റ് റിഗ്രറ്റ് ടു ഇൻഫോം യു ദാറ്റ് ഇങ്ങനെ അടുത്ത സെലക്ഷനിലോട്ട് നിങ്ങൾ പോകണില്ല എന്ന് പറഞ്ഞ് ചിലർക്ക് മെയിൽ വന്നെന്ന് പറഞ്ഞ്. ബാക്കിയുള്ളവർക്ക് അടുത്ത സ്റ്റെപ്പായ നമ്മുടെ നെസസറി ഡോക്യുമെൻറ്റ്സ് 10th +2 അങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് അയക്കാൻ പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്തായിരുന്നു, പിന്നെ അത് കഴിഞ്ഞിട്ട് ബ്ലഡ് ടെസ്റ്റ് അങ്ങനെ സംഭവങ്ങളൊക്കെ നമ്മുടെ ടൈം ആയപ്പോഴേക്കും അതൊക്കെ നമ്മൾ അവിടെ തന്നെ ചെയ്ത് അയക്കണം. പക്ഷെ ചിലവർക്ക് നമുക്ക് മുന്നേ ഉള്ള കുറച്ചാൾ മുന്നേ വരെ ഇവിടെ വന്നിട്ടാണ് അതൊക്കെ ചെയ്തതെന്നാണ് നമുക്ക് കേട്ടത്. പക്ഷെ അറിഞ്ഞൂടെ, നമുക്ക് അത്ര ഉറപ്പില്ല. നമ്മളവിടെ സ്റ്റോറീസ് എന്നെയും കൊണ്ടേ പോകും. സോറി ഗൈസ്, ഇടക്കിടക്ക് കട്ടാവണത് ഞാൻ മനഃപൂർവ്വം ചെയ്യണമല്ല, എൻ്റെ ഫോണിൻ്റെ സ്റ്റോറേജാണ്. പെട്ടെന്ന് പെട്ടെന്ന് ഞാൻ പറയട്ടെ. അവിടെ ഇരുത്തിയത് യെല്ലോ വാക്സിൻ എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. അത് നമ്മൾ എടുക്കണം. അത് ഇന്ത്യയിൽ കുറച്ചൊരു സ്ഥലത്തുള്ളൂ. അപ്പോൾ നമ്മുടെ കേരളത്തിലേക്കാണ് കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ അടുത്ത് ഒരെണ്ണമുണ്ട്. അപ്പോൾ യെല്ലോ വാക്സിൻ സർട്ടിഫിക്കറ്റ് ഇടണം. അപ്പോൾ യെല്ലോ വാക്സിൻ കിട്ടിയാൽ ഏകദേശം അല്ലെങ്കിൽ ഏറെക്കുറെ നമ്മൾ സെലക്ട് ആയി എന്നാണ് അർത്ഥം എന്നാണ് ഉള്ളത്. യെല്ലോ വാക്സിൻ എടുക്കുമെന്ന് പറയണേ. അപ്പോൾ യെല്ലോ വാക്സിൻ്റെ ഇത് മെയിൽ വന്ന് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് ഇത് വന്ന് ഓഫർ ലെറ്റർ വന്ന്, പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് ജോയിനിങ് ഡേറ്റ്, സംഭവങ്ങൾ, ടിക്കറ്റ്, അതിൻ്റെ വേറൊരു മെയിൽ വന്ന്. അപ്പോൾ ഇത്രയും ആയിരുന്നു എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഖത്തർ എയർവേസ് ക്യാബിൻ ക്രൂ ഇൻ്റർവ്യൂവിലെ ഒരു സെലക്ഷൻ പ്രോസസ്സ് ഉണ്ടായിരുന്നത്. അതും ഗ്രീറ്റ് ആൻഡ് മീറ്റ് സംഭവം. ഏറെക്കുറെ ഇങ്ങനെയൊക്കെ തന്നെയാണ് വാക്ക് ഇൻ ഇൻ്റർവ്യൂവിലും എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. പിന്നെ എൻ്റെ ഫ്രണ്ട്സ് കുറച്ച് പേര് ഈ ഖത്തർ എയർവേസിൻ്റെ ക്യാബിൻ ക്രൂ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേറെ കൺട്രിയിലൊക്കെ പോയപ്പോൾ ഏകദേശം സെയിം തന്നെയാണ്. ബട്ട് ചില സ്ഥലത്ത് ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറഞ്ഞ റൗണ്ട് എക്സ്ട്രാ ഉണ്ടാവും. അല്ലെങ്കിൽ ചില സ്ഥലത്ത് ഒരു ടോപ്പിക് എന്നിട്ട് അതിനെപ്പറ്റി കുറച്ച് സംസാരിക്കാൻ പറഞ്ഞെന്ന് അങ്ങനത്തെ ഒരു 2 എക്സ്ട്രാ റൗണ്ട് കണ്ടതായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഒരു പ്രിട്ടി ബേസിക് ഈ ഒരു സ്ട്രക്ചറാണ് ഏറെക്കുറെ ഇതുവരെ കണ്ടിട്ടുള്ളത്. മേ ബി 1-2 റൗണ്ട് കൂടുതൽ ഉണ്ടാവാം. ഗ്രൂപ്പ് ഡിസ്കഷനോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ടോപ്പിക്ക് സംസാരിക്കാനോ ഉള്ളത് ഉണ്ടാവാം എന്നാണ്, അല്ലെങ്കിൽ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ അറിഞ്ഞത്. സോ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയായിരുന്നു ഖത്തർ എയർവേസ് ക്യാബിൻ ക്രൂ ഇൻ്റർവ്യൂവിൻ്റെ ഒരു പ്രോസസ്സ് എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചായിരുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഉണ്ടായിരുന്ന സെലക്ഷൻ പ്രോസസ്സ്. പിന്നെയും കുറച്ച് പേര് കുറച്ച് ചോദ്യം ചോദിച്ചായിരുന്നു. ഞാനെല്ലാം നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ഞാൻ എല്ലാത്തിനെയും പറ്റി വീഡിയോ പയ്യെ ഇടുന്നതായിരിക്കും. ഡോണ്ട് വറി, ഞാൻ കാണുന്നുണ്ട്. സംഭവം എന്ന് വെച്ചാൽ ടൈം എനിക്ക് അത്രയും കിട്ടാത്തുണ്ടായിരുന്നു. പിന്നെ ഓൾറെഡി ലീവ് സംഭവങ്ങളൊക്കെ ആയിട്ട് ഒരു ഇതുള്ള ഉണ്ടായിരുന്നതാണ്. ഞാൻ എന്തായാലും അതിനെപ്പറ്റിയൊക്കെ വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ അത്രേ ഉള്ളൂ. സോ എന്താ പറയുക, ഇനിയും നല്ല നല്ല വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണുന്നവരെ ബൈ.